ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ 2 ചാനലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സരിക FM, ആസ്വദിക്കാം ഇനിയോരോ നിമിഷവും. താങ്ക് യു. ആകാശദീപങ്ങൾ കൺചിമ്മി തുറന്നു കളിക്കുന്ന രാവിന്റെ ആയാമത്തിൽ വിശ്വൻ മുഴുവൻ സുഷുപ്തിയിൽ നിർവൃതി തേടുന്ന ആ നേരത്ത് അർജുൻ, അവന് മാത്രം ഉറങ്ങാനായില്ല. ആശുപത്രി വരാന്തയിൽ അങ്ങുമിങ്ങും നടക്കുന്ന അവനെ നോക്കി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആദ്യത്തെ കുട്ടിയാണല്ലേ, അതാണ് ഇത്ര ടെൻഷൻ. അവരെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി മനസ്സിൽ പറഞ്ഞു, ആദ്യത്തെ അല്ല 10ാമത്തെ ആയാലും എന്റെ പെണ്ണ് ഉള്ളിൽ കിടന്ന് പിടയുമ്പോൾ എന്റെ ഉള്ളവും ദാ ഇവിടെ അതുപോലെ പിടയും. ഇടയ്ക്കിടയ്ക്ക് അടഞ്ഞുകിടക്കുന്ന വാതിൽ നോക്കി കുറേ നേരം നിൽക്കും. പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവന്റെ കാതുകളെ കുളിരണിയിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിന്റെ ശബ്ദം, നല്ല ഇമ്പമുള്ളൊരു കരച്ചിൽ കേട്ടു. അവന് സ്വർഗം ജയിച്ച സന്തോഷം തോന്നി. പുറത്തു വന്ന നഴ്സ് ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, പെൺകുഞ്ഞാട്ടോ, കുറച്ച് കഴിഞ്ഞ് കാണാം. അവൻ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് എല്ലാവർക്കും മെസ്സേജ് അയച്ചു, സ്റ്റാറ്റസ് ഇട്ടു, സ്റ്റോറിയാക്കി, എല്ലാ സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്തു. വിശ്വവിജയി പോലെ ആയിരുന്നു അപ്പോൾ അവന്റെ മുഖം. വന്ന കമന്റുകൾക്ക് മറുപടി നൽകുമ്പോഴും അവന്റെ നെഞ്ച് ഒന്ന് പിടയുന്നുണ്ടായിരുന്നു. എന്റെ പെണ്ണിനെങ്ങനെ ഉണ്ടാവും? അവന്റെ മനസ്സ് വായിച്ച പോലെ ആ വാതിൽ തുറന്നു. പുറത്തു വന്ന നഴ്സിന്റെ മുഖം ഒന്ന് വിളറിയ പോലെ അവന് തോന്നി. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് ചോദിച്ചു, എന്തുപറ്റി? അവൾ ഓക്കെ അല്ലേ? കുഞ്ഞവിടെ? അതെ, കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം. പക്ഷേ അമ്മയ്ക്ക് ചെറിയൊരു പ്രോബ്ലം, ബ്ലീഡിങ് നിൽക്കുന്നില്ല. പെട്ടെന്ന് തന്നെ കുറച്ച് ബ്ലഡ് വേണം. ഈ ഹോസ്പിറ്റലിൽ വൈഫിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായാലും ഇല്ല. ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് പെട്ടെന്ന് ട്രൈ ചെയ്യൂ. നഴ്സ് പറഞ്ഞത് കേട്ടതും അവൻ തളർന്ന് അടുത്തുള്ള കസേരയിലിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ സ്ഥലകാല ബോധം വീണ്ടെടുത്തു. തളരാൻ പറ്റില്ല, അവൾക്ക് താനേയുള്ളൂ. ഉടനെ ഫോൺ എടുത്ത് അടുത്ത കൂട്ടുകാർക്കെല്ലാം ആവശ്യമറിയിച്ച് മെസ്സേജ് അയച്ചു. പിന്നെ ബൈക്ക് എടുത്തിറങ്ങി. നിശയുടെ ആ യാമത്തിൽ റോഡിലൂടെ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ അവന്റെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങൾ തെളിഞ്ഞു വന്നു. അവളെ പ്രണയിച്ച നാളുകൾ, വീട്ടുകാരെ എതിർത്ത് 2 പേരും കല്യാണം കഴിച്ചത്, ഒറ്റപ്പെട്ട ലോകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തടലും താങ്ങുമായത്, ഒരു കുഞ്ഞു പൂവ് വിരിയാൻ പോകുന്നെന്നറിഞ്ഞ് സന്തോഷിച്ച നിമിഷങ്ങൾ. ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ ദൂരം താണ്ടിയത് അവൻ അറിഞ്ഞില്ല. ബ്ലഡ് ബാങ്കിലെത്തിയപ്പോൾ അവിടെ അവൾക്ക് ചേരുന്ന രക്തമില്ല. ഇനി എന്തെന്നറിയാതെ അവൻ നിന്നുപോയി. ആശുപത്രിയിൽ നിന്ന് ഫോൺ വന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ബ്ലഡ് എത്തിച്ചില്ലെങ്കിൽ പ്രശ്നമാകും. അവളെ പോലെ തന്നെ അവളുടെ രക്തവും അപൂർവമാണ്. അതെ, ഒത്തിരി നന്മയുള്ള അവളെ പോലെയുള്ള പെൺകുട്ടികളെ അപൂർവമായിട്ടേ കാണാൻ പറ്റും. ഇന്നിപ്പോ ആ നന്മ മേഘത്തിന് നൽകാൻ രക്തത്തുള്ളികൾ ഇല്ലല്ലോ ഈശ്വര എന്നോർത്ത് അവൻ അവിടെ നിന്നും ഇറങ്ങി. വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ അവന്റെ മനസ്സ് നിറയെ അവളായിരുന്നു. അമ്മയായി അന്നമൂട്ടുന്ന, അച്ഛനെ പോലെ കരുതൽ നൽകുന്ന, ഒരു സുഹൃത്തായി കൂടി നിൽക്കുന്ന, കാമുകിയായി പ്രണയിക്കുന്ന അവന്റെ സ്വന്തം പെണ്ണ്. അവളില്ലാതാകുന്ന ആ നിമിഷം അത് തന്റെയും മരണമാകുമെന്ന് അവൻ ഉറപ്പായിരുന്നു. 2 പേരും ഇല്ലാതായാൽ കുഞ്ഞെന്ത് ചെയ്യും? ആര് നോക്കും? അവന് ചിന്തകൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. യാന്ത്രികമായി ആശുപത്രി മുറ്റത്ത് ബൈക്ക് പാർക്ക് ചെയ്ത് അകത്തോട്ട് നടക്കുമ്പോൾ മുന്നിൽ നടന്നു വന്ന ഒരാൾ അവന്റെ ശരീരത്ത് തട്ടി. ആകെ തീ പിടിച്ചിരിക്കുമ്പോഴാണ് ഓരോ കള്ളുകൂടിയമാര്. അവന് സങ്കടത്തിനിടയിലും ദേഷ്യം വന്നു. മങ്ങിയ വെളിച്ചത്തിൽ അവൻ അയാളെ കണ്ടു. അയാൾ ഒന്ന് ചിരിച്ചു. അവൻ തിരിച്ചു ചിരിച്ചില്ല. വേഗം ഉള്ളിലേക്ക് നടന്നു നീങ്ങി. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഈ ടൈമിന് ക്യാഷിന് അത്യാവശ്യം എന്ന് പറഞ്ഞ് ബ്ലഡ് തരാൻ ആരെങ്കിലും വരുമോ? അത് നിങ്ങളുടെ വൈഫിന് മാച്ചായ ബ്ലഡ്. ആളെ കണ്ടിട്ടുണ്ടാകും, ഇതാ വഴിയിൽ ഇപ്പൊ പോയേ ഉള്ളൂ. കുട്ടി ഇപ്പൊ കൊണ്ടുവരാം. അമ്മ നന്നായി ഉറങ്ങുന്നുണ്ട്, ഒന്നും പേടിക്കാനില്ല. നഴ്സ് എത്രയും പറഞ്ഞ് ഉള്ളിലേക്ക് തന്റെ കുഞ്ഞിനെടുക്കാൻ പോയപ്പോൾ അവൻ ഓർത്തു, ഈശ്വര, ഞാൻ അങ്ങയുമായാണോ കൂട്ടിമുട്ടിയത്? ഞാൻ കണ്ട ദൈവമാണോ അങ്ങ്? ഒന്ന് ചിരിക്കുക പോലും ചെയ്തില്ലല്ലോ ഞാൻ അങ്ങയോട്. എന്തായാലും നന്ദി. എന്റെ പെണ്ണിന് എനിക്ക് തിരിച്ചു തന്ന മടങ്ങിയ നിയോൺ ബൾബിന്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ട് എന്റെ ദൈവത്തിന് ഒരുപാട് നന്ദി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ 2 ചാനലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സരിക FM, ആസ്വദിക്കാം ഇനിയോരോ നിമിഷവും. താങ്ക് യു.